കസ്തൂരി മഞ്ഞളുടെ പൗഡർ. അപ്പൊ കണ്ട ഈ ചന്ദനത്തിന്റെ കളറാണ്, നല്ല കർപ്പൂരത്തിന്റെ മണമാണ്. അപ്പൊ ഇത്രയും നാളെല്ലാവരും ഉപയോഗിച്ചിരുന്നത് മഞ്ഞക്കൂവയുടെ പൗഡറായിരുന്നു, കസ്തൂരി മഞ്ഞളിന്റെ പൗഡർ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായത് അത് മഞ്ഞക്കൂവയുടെ പൗഡറായിരുന്നു. അപ്പൊ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരം മഞ്ഞ കളറായിരിക്കും എന്നാണ്. പക്ഷേ കസ്തൂരി മഞ്ഞൾ മഞ്ഞ കളറല്ല, ഒരു ക്രീം കളറാണ്. നമ്മൾ പൊടിച്ച് കഴിയുമ്പോഴാണ് ഇതേപോലെ ചന്ദനത്തിന്റെ കളർ ആവണത്. അപ്പൊ നമ്മൾ ഇത്രയും നാൾ ഉപയോഗിച്ചത് നമുക്ക് മഞ്ഞക്കൂവയുടെ പൗഡറൊക്കെ മുഖത്ത് ഇട്ട് കഴിഞ്ഞാൽ നീറ്റലൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. അപ്പൊ നമ്മിപ്പോ കടകളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടണ പൗഡർ മഞ്ഞക്കൂവയുടെ പൗഡറാണ്. അപ്പൊ ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. അപ്പൊ നമ്മൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പൊ ഇത് കണ്ട, ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ, ഇതാണ് മാങ്ങ ഇഞ്ചി. ഇപ്പൊ രണ്ടും ഒരേപോലെ തന്നെയാണ് ഇരിക്കണത്. അപ്പം നമ്മ ഇതെങ്ങനെ ഒരുപാട് പേരാണ് എനിക്ക് കമന്റിലൊക്കെ ഫോട്ടോ ഒക്കെ ഇട്ടത് കസ്തൂരി മഞ്ഞളാണെന്ന് വെച്ച്. കണ്ട, ഇത് മാങ്ങ ഇഞ്ചിയാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ കസ്തൂരി മഞ്ഞൾ പോലെ ഇരിക്കും, പക്ഷെ ഇതിന് നല്ല പച്ച മാങ്ങയുടെ മണമാണ് കേട്ടാ. അപ്പം അങ്ങനെയാണ് ഇത് തിരിച്ചറിയണത്. ഇത് നമ്മ ചമ്മന്തിയൊക്കെ അരക്കാനായിട്ട് ഉപയോഗിക്കണത്, അച്ചാറൊക്കെ ഇടാനായിട്ട് ഉപയോഗിക്കുകയാണ് മാങ്ങ ഇഞ്ചി. അപ്പം നമ്മുടെ ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് ഈ കാണുന്നത്. അപ്പോൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ കണ്ട ഒടിച്ചു കഴിഞ്ഞാൽ കണ്ട, നിങ്ങൾ നോക്കുമ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് കണ്ട ഇതിങ്ങനെ തോന്നുള്ളൂ. കണ്ട ഒക്കെ ഒരേപോലെയൊക്കെ തന്നെ തോന്നും, പക്ഷേ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഇരിക്കണത് ഇതേപോലെയാണ് ഇരിക്കണത്. കണ്ട, നല്ല കർപ്പൂരത്തിൻ്റെ നല്ല മണമാണ്. ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. അപ്പം ഞാൻ ഒരുപാട് പേർക്കാണ് കസ്തൂരി മഞ്ഞളിൻ്റെ വിത്തും തൈയും പൗഡറൊക്കെ എല്ലാ ദിവസവും അഴിച്ചുകൊണ്ടിരിക്കണത്. അപ്പം നമുക്ക് എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയതാണ്. ഇവിടെന്ന് വെച്ചാൽ നമ്മ ജൈവ രീതിയിൽ തന്നെ പൊടിപ്പിച്ചെടുക്കുന്നതാണ്. കാരണം നമ്മൾ യാതൊരുവിധ കെമിക്കൽസോ അല്ലെങ്കിൽ യാതൊരുവിധ കീടനാശിനികളും ഒന്നും മഞ്ഞളിന് അടിക്കാറില്ല. തീർത്തും ജൈവ രീതിയിലാണ് നമ്മൾ കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്യണത്. അപ്പം നമ്മൾ തന്നെ ഇത് തണലിലിട്ട് ഉണക്കി പൊടിച്ചെടുക്കണതാണ് നമ്മുടെ കസ്തൂരി മഞ്ഞളുടെ പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം പൗഡർ നമ്മൾ എല്ലായിടത്തേക്കും കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തേക്കും കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിദേശത്ത് ഉള്ളവരാണെങ്കിൽ നമ്മൾ ഓരോ നാട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് അവർ വിദേശത്തേക്ക് ഒരുപാട് പേരാണ് നമുക്കിത് ഓർഡർ ഉള്ളത്. അപ്പം കസ്തൂരി മഞ്ഞൾ നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് കാണിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. അപ്പം നമ്മുടെ ഒറിജിനൽ കസ്തൂരി മഞ്ഞളുടെ പൗഡർ ഇതാണ്. നമുക്കിത് കൃഷി ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നമ്മൾ സാധാ മഞ്ഞളിൻ്റെ കൃഷി രീതി തന്നെയാണ് കസ്തൂരി മഞ്ഞളിനുള്ളത്. അപ്പോൾ കസ്തൂരി മഞ്ഞളിൻ്റെ നമ്മൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു 4 ബാഗിലൊക്കെ നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പൗഡറൊന്നും മേടിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള മഞ്ഞൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് മഞ്ഞൾ ഗ്രോ ബാഗിൽ നടാം, നമുക്ക് താഴെ സ്ഥലമുള്ളവർക്ക് താഴെ നടാം. അപ്പോൾ ഗ്രോ ബാഗിലൊക്കെ നമ്മൾ ഒരു ബാഗിൽ ഒരു 2 വിത്ത് വെച്ച് നമുക്ക് നട്ടു കൊടുത്താൽ മതി. അടിവളമായിട്ട് ചാണകപ്പൊടി, കമ്പോസ്റ്റ് വളങ്ങൾ, ഏത് വളങ്ങൾ വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. നമ്മുടെ വീട്ടിലെ വളങ്ങളൊക്കെ മാത്രം ഇട്ട് കൊടുത്ത് കൃഷി ചെയ്യാനുള്ളൂ കസ്തൂരി മഞ്ഞളൊക്കെ. പിന്നെന്ന് വെച്ചാൽ നമ്മൾ മഴക്കാലത്തുള്ള കൃഷി ആയതുകൊണ്ട് നമുക്ക് നനയ്ക്കൊന്നും വേണ്ട, നമുക്ക് നട്ട് കൊടുത്താൽ മാത്രം മതി. നമ്മിപ്പോൾ ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിൽ നമുക്ക് വിത്ത് നട്ട് കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ടൊരു പരിചരണങ്ങൾ വേണ്ട, യാതൊരു കീടങ്ങളുടെ ശല്യങ്ങളില്ല, നമുക്ക് എളുപ്പം കൃഷി ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ നമുക്കതിൻ്റെ ഇലയും തണ്ടൊക്കെ ഉണങ്ങി പോയി കഴിയുമ്പോൾ നമുക്കത് വിളവെടുക്കാം. വിളവെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ചെറുതായി അരിഞ്ഞ് തണലിൽ ഇട്ടാണ് ഉണക്കേണ്ടത്. എന്നിട്ട് ഉണക്കി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ഫ്രഷ് ആയിട്ടുള്ള കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ് കസ്തൂരി മഞ്ഞളുടെ കൃഷിയൊക്കെ. അപ്പോൾ ഒരുപാട് പേര്, കാരണം നമുക്ക് മുഖത്തെ കറുത്ത പാടുകൾ, ഇപ്പോൾ ചിക്കൻ ബോക്സൊക്കെ വന്നാലുള്ള പാടുകൾ, പിന്നെ നല്ല സൗന്ദര്യം വെക്കാനായിട്ട് അതിനൊക്കെയാണ് നമ്മൾ കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കണത്. പിന്നെ സോപ്പ് ഉണ്ടാക്കണവർക്കൊക്കെ കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ ചേർത്തിട്ടുള്ള സോപ്പുകളൊക്കെ ഉണ്ടാക്കാം. നമുക്ക് ഓയിൽ ഉണ്ടാക്കാം. ഓയിൽ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ശരീരത്തിന് കളറൊക്കെ വെക്കാനുള്ള നമുക്ക് പുരട്ടി കൊടുത്തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ വരെ നമുക്ക് പുരട്ടി കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് പച്ചനെ അരച്ചിട്ട് തേക്കാം, പച്ചനെ അരച്ച് ഓയിൽ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയാണ്. അപ്പം ഈ കറുത്ത പാടുകൾക്കൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റം ഉണ്ടാവും, മുഖത്ത് നല്ല സൗന്ദര്യം വെക്കും. പ്രസവിച്ച് കിടക്കണവർക്കൊക്കെ മെയിനായിട്ട് പ്രസവിച്ച് കിടക്കണവരൊക്കെ കസ്തൂരി മഞ്ഞൾ ചേർത്തിട്ടുള്ള
എണ്ണയും കസ്തൂരി മഞ്ഞളൊക്കെ തേച്ചാണ് കുട്ടികളെ കുളിപ്പിക്കണതും ഒക്കെ ചെയ്യണതൊക്കെ. അപ്പം കസ്തൂരി മഞ്ഞൾ ഇന്ന് ഒരുപാട് ആവശ്യക്കാരാണ് കസ്തൂരി മഞ്ഞളുടെ പൗഡറിനായിട്ടുള്ള വിത്തിനൊക്കെ ഒരുപാട് ആവശ്യക്കാരാണ്. അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയതാണ്. അപ്പം നിങ്ങൾ കസ്തൂരി മഞ്ഞളൊക്കെ മേടിച്ച് നടണം. അപ്പോൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ തന്നെ മേടിച്ച് നടണം കേട്ടോ. കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നീലക്കുകയും ശരിക്കും ഇതേപോലെ തന്നെയൊക്കെ ഇരിക്കുള്ളൂ, ഒരു നീല കളറാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്നും മേടിച്ച് നടാണ്ട് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ മേടിച്ചത് നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.